ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. 2 യജമാനന്മാർ, അതിൽ പറയുകയാണ് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നാൽ നാം ആയിരിക്കുന്ന ലോകം പറയും, നമ്മളൊക്കെ ജീവിക്കുന്ന ലോകത്തിലാണ്, ലോകം എന്തു പറയും? ദൈവത്തെ സ്നേഹിക്കാം, അല്ലെ ദൈവത്തെ സേവിക്കാന്നേ, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് മാമോനെയൊക്കെ സേവിക്കാം, രണ്ടിനെ സേവിച്ചുകൊണ്ട് നമുക്ക് പോകാം, എന്താ കുഴപ്പമിരിക്കുന്നത്? ഇന്ന് സാധാരണ രീതിയിൽ ലോകം പറയുന്നൊരു കാര്യമാണ്. ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ സേവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ലോകത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പം നമുക്ക് 10 കാശുണ്ടാകണ്ടേ? നമുക്ക് പണത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? 10 കാശുണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? അതിന് നമുക്ക് ബിസിനസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ മറ്റ് മേഖലയിലൂടെ പൈസയുടെ സാമ്പത്തികമായ മേഖല വേണ്ടേ? പണമില്ലാതെ ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? പണമില്ലാതെ ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ എന്ന് ലോകം ചോദിക്കുമ്പോൾ ദൈവം പറയും, എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ ഭൂമിയിൽ നിനക്കൊരു നന്മ പ്രവൃത്തി ചെയ്യണോ? ദൈവികമായ കാര്യങ്ങളനുസരിച്ച് നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണമോ? എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കർത്താവ് വീണ്ടും പറയുകയാണ്, ഒരേ സമയം നിനക്ക് മാമോനെ, ഒരേ സമയം നിനക്ക് ദൈവത്തെ എന്ന് പറഞ്ഞ ദൈവത്തെയും പണത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധ്യമല്ല. ഒന്നെങ്കിൽ ദൈവത്തെ ഉപേക്ഷിച്ച് പണത്തെ സ്നേഹിക്കും, അല്ലെ പണത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ സ്നേഹിക്കണം. ഈ കാലഘട്ടത്തിൽ 2 വള്ളത്തെ കാല് ചവിട്ടി നടക്കുന്ന വ്യക്തികളാണ് ഈ സമൂഹത്തിൽ കൂടുതൽ. ആത്മീയമായ മേഖലയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഭൗതികമായ മേഖലകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും പലപ്പോഴും ഈ സത്യം തിരിച്ചറിയാത്തത് കൊണ്ടാകാം അങ്ങനെ 2 വള്ളത്തെ കാല് ചവിട്ടി നടത്തുന്നത്. കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് വലിയ വിശേഷമൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, അപ്പുറത്ത് വേറൊരാളുണ്ട്. ആ ആളുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സംഗതിയൊക്കെ ശരിയായി, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും, ജോലിയൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യനെ ആശ്രയിക്കുന്നു. അതല്ലെങ്കിൽ അപ്പുറത്തിൽ വേറൊരു ആളവിടെയുണ്ട്, പുള്ളി നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം പറയും, വരാൻ പോകുന്ന ഭാവിയൊക്കെ പറയും, എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് ദർശനത്തിലൂടെയും വെളിപാടിലൂടെയും എല്ലാം കിട്ടുന്ന ഒരാളാണ്. പുള്ളിയുടെ അടുത്ത് പോയി നോക്കി. ഇവിടെ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയം വയ്ക്കാതെ മനുഷ്യനെ ആശ്രയം വെച്ചുകൊണ്ട് പോകുന്ന മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണ്, അവൻ ശപിക്കപ്പെട്ടവനാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്, ഒരേ സമയം നിനക്ക് ദൈവത്തെ സ്നേഹിക്കാനും ഈ ലോകത്തിൻ്റെ പണത്തെ, ധനത്തെ സ്നേഹിക്കാനും നിനക്ക് സാധ്യമല്ല. മാമോനെ, ഈ ലോകത്തിൻ്റെ സമ്പത്തും സൗഭാഗ്യമെല്ലാം നമുക്ക് തരുന്ന മാമോനാണ്. സാത്താൻ പോലും കർത്താവിനെ മുമ്പിൽ നിർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ലോകവും ലോകത്തിലുള്ള സകല സുഖഭോഗങ്ങളും കാണിച്ചു കൊടുത്തിട്ട് സാത്താൻ പറഞ്ഞു, ഇതെല്ലാം എൻ്റേതാ, എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കും, നീ എൻ്റെ കാലിൽ വീണ് ആരാധിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് ഞാൻ തരാം. കർത്താവ് പറഞ്ഞു, സാത്താനെ നീ ദൂരെ പോകാൻ പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തെ സേവിക്കേണ്ടതിന് പകരം, ദൈവത്തെ സ്നേഹിക്കേണ്ടതിന് പകരം, ദൈവത്തെ സേവിക്കാതെ സ്നേഹിക്കാതെ പണത്തെ സേവിച്ചും സ്നേഹിച്ചുകൊണ്ടും ജീവിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുകയാണ്, ഒരേ സമയം നിനക്ക് 2നെയും സ്നേഹിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ദൈവത്തെ, അല്ലെങ്കിൽ ധനത്തെ. നമുക്ക് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യാം. കർത്താവ് ഈശോയെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല എന്നരുളി ചെയ്ത കർത്താവെ, ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നരുളി ചെയ്ത കർത്താവെ, ഇന്ന് പലപ്പോഴും ഒന്നിൽ കൂടുതൽ യജമാനന്മാരുടെ പിന്നാലെ അവരെ സേവിക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും നെട്ടോട്ടമോടുന്നു. കർത്താവായ ദൈവമേ, അങ്ങിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട്, അങ്ങിൽ മാത്രം ശരണം വെച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.